റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഇടുക്കി മൂന്നാറിൽ വിനോദസഞ്ചാരികളെ ആക്രമിച്ച പ്രതികളായ ടാക്സി ഡ്രൈവർമാർക്കെതിരെ നടപടി. ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. ടാക്സി പെർമിറ്റും റദ്ദാക്കും. പോലീസ് മോട്ടോർ വാഹന വകുപ്പിന് വിവരങ്ങൾ കൈമാറി. 20ഓളം ടാക്സി ഡ്രൈവർമാർക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് അറിയുന്നത്. ടാക്സികളുടെ നിയന്ത്രണം ചർച്ച ചെയ്യാൻ ജില്ലാ കളക്ടർ അടിയന്തര യോഗം വിളിച്ചു. അതിനിടെ മൂന്നാറിൽ ഓൺലൈൻ ടാക്സികൾക്ക് നിയന്ത്രണമില്ലെന്നും സർവീസ് നടത്താമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. കേൾക്കാം. അങ്ങനെയുള്ളൊരു പ്രത്യേകിച്ച് നിയമമല്ല, ഒരു അണ്ടർസ്റ്റാൻഡിങ് പോലും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു നിയന്ത്രണവും ഇല്ലാത്ത രീതിയിൽ ടാക്സികളും പ്രവർത്തിക്കുന്നുണ്ട്, ഓഫ് റോഡ് ജീപ്പുകളും പ്രവർത്തിക്കുന്നതായിട്ട് നേരത്തെ അറിവുള്ളതാണ്. അതിനനുസരിച്ചിട്ട് ഇവിടുന്ന് അന്നത്തെ ജില്ലാ കളക്ടർ ഒരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതുമാണ്. പക്ഷെ അതിപ്പോഴും പാലിക്കുന്നില്ല. ഡെസിഗ്നേറ്റഡ് റൂട്ടിലൂടെ മാത്രമേ ഈ ഓഫ് റോഡിന്റെ ഞാൻ പറയാൻ പ്രത്യേകിച്ച് കാര്യമുണ്ട്. അത് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കി. അപ്പൊ അതിന് കുറെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ നിയന്ത്രണങ്ങൾ ഇപ്പോഴും പാലിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, വാങ്ങുന്ന റേറ്റിന് ഒരു നിയന്ത്രണമില്ലാത്ത രീതിയിൽ റേറ്റുകൾ വാങ്ങുന്നതായിട്ട് വീണ്ടും ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് സംബന്ധിച്ചൊരു ജനപ്രതിനിധികളുടെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെയും എല്ലാ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, പോലീസ് എല്ലാവരുടെ സാന്നിധ്യത്തിലും യോഗം ചേർന്ന് എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് വേണ്ടത് അത് പെട്ടെന്ന് തന്നെ നല്ലൊരു പരിപാടിയിലേക്കാണ് പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മൂന്നാറിൽ ഓൺലൈൻ ടാക്സികൾക്ക് നിയന്ത്രണമില്ല എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രേക്ഷകർ അറിയാൻ, നമ്മുടെ എനിക്ക് ദേശീയ തലത്തിൽ തന്നെ അന്തർദേശീയ തലത്തിൽ തന്നെ ഈ വാർത്തയുടെ കാർഡുകൾ നമ്മൾ പ്രചരിപ്പിച്ചേ മതിയാകൂ. കാരണം ആളുകൾക്ക് ഒരുപാട് ആശങ്ക ഉണ്ടാകുന്നു. ഓൺലൈൻ ടാക്സി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ എയർപോർട്ടിൽ നിന്നൊക്കെ ആളുകൾ വിശ്വാസത്തോടു കൂടി ഓൺലൈൻ ടാക്സി പിടിച്ചാണ് വരിക. സ്വാഭാവികമായിട്ടും ഓൺലൈൻ ടാക്സിക്ക് മൂന്നാറിൽ നിയന്ത്രണം വയ്ക്കാൻ കഴിയില്ലല്ലോ. എങ്ങനെയാണ് നിയന്ത്രണം വയ്ക്കാൻ പറ്റുക? ഇപ്പോൾ കേരള പെർമിറ്റ് എടുത്തിരിക്കുന്ന, നാഷണൽ പെർമിറ്റ് എടുത്തിരിക്കുന്ന ടാക്സികളെ മൂന്നാറിൽ പ്രവേശിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അത് ശരിയായ ഒരു കാര്യമല്ല. എന്നാൽ മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാരുടെ ആവശ്യം അത് പരിഗണിച്ച് അവരെ കൂടി ഇതിന് ഭാഗമാക്കി അത് സർക്കാരാണ് ചെയ്യേണ്ടത്. എന്തായാലും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, മൂന്നാറിൽ ഓൺലൈൻ ടാക്സിക്ക് യാതൊരു തടസ്സവുമില്ല എന്നുള്ളതാണ്. ഇത് പ്രേക്ഷകർ മനസ്സിലാക്കുക. അത് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കളക്ടർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്.